ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഒന്നാം സമ്മാനം എക്സി 138455 എന്ന നമ്പർ ടിക്കറ്റിനാണ്. കോട്ടയത്ത് ഏജന്റ് സുധീക് എ വിറ്റ ടിക്കറ്റിനാണ് 20 കോടി രൂപ ഒന്നാം സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റിരിക്കുന്നത് പാലക്കാടാണെന്നാണ് ലഭിക്കുന്ന വിവരം. പാലക്കാടിന് ഇത്തവണ ഏത് സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത്? പ്രവത, എല്ലാ തവണയും ഈ ബമ്പർ നറുക്കെടുപ്പ് കഴിയുമ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. കാരണം എന്തെങ്കിലും ഒരു സമ്മാനം പാലക്കാടിന് ഉണ്ടാവും. അത് ഈ ഭാഗ്യശാലി ആയാലും രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം, അങ്ങനെയൊക്കെ പാലക്കാടിന് ഒരു സമ്മാനം ഉറപ്പാണ്. അത് ചിലപ്പോൾ പാലക്കാട് സ്വദേശി ആവണമെന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ ഇവിടെ പാലക്കാട് എത്തി ടിക്കറ്റ് വാങ്ങുന്നവരുണ്ട്. എന്തായാലും നമ്മൾ ഇപ്പോൾ ഉള്ളത് ശ്രീ മൂകാംബിക ലക്കി സെന്ററിലാണ്. ഇവിടെ ഇത്തവണയും ഈ ഭാഗ്യശാലികളുണ്ട്. 1 കോടിക്ക് അർഹമായ 2 ടിക്കറ്റുകൾ വിറ്റുപോയത് ഈ മൂകാംബിക ലക്കി സെന്ററിൽ നിന്നാണ്. മാത്രവുമല്ല മറ്റ് നിരവധി സമ്മാനങ്ങൾ ഇവിടെയുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ നിരവധി ഭാഗ്യശാലികളെ ടിക്കറ്റ് വിറ്റതൊക്കെ ഈ കടയിൽ നിന്നാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ എന്തായാലും ഉടമ ചേരുകയാണ്. ചേട്ടാ, എത്ര ടിക്കറ്റിനാണ് ഇപ്പൊ ഇവിടുത്തെ എത്ര ടിക്കറ്റിനാണ് സമ്മാനം എടുത്തേക്കുന്നത്? 2 സെക്കൻഡ് പ്രൈസ് 1 കോടി ഉൾപ്പെടെ 2 ഉണ്ട്. അതല്ലാതെ വേറെന്തൊക്കെയോ? പിന്നെ തേർഡ് പ്രൈസ് 10 ലക്ഷത്തിന്റെ ഒന്നുണ്ട്, 3 ലക്ഷത്തിന്റെ 4 ഉണ്ട്. മുമ്പ് കുറെ ഭാഗ്യശാലികൾക്ക് ഇവിടെ അവസരം കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു 16 കോടിയുടെ ഭാഗ്യശാലിക്ക് ഇവിടെ തീർച്ചയായും ഉണ്ടായിരുന്നു. 2022-ലോ 2023-ലോ ഇവിടെ ഉണ്ടായിരുന്നു 16 കോടി. എന്ത് തോന്നുന്നു അപ്പൊ? വളരെ സന്തോഷം തോന്നുന്നു. ഫസ്റ്റ് പ്രൈസ് കിട്ടില്ല, ചെറിയ വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, 2 സെക്കൻഡ് പ്രൈസ് അല്ലേ? തീർച്ചയായും ഉണ്ട്. ഒന്ന് തൃശ്ശൂരിൽ നിന്ന് എടുത്ത ടിക്കറ്റാണ്, ഒന്ന് പാലക്കാട് ഓഫീസിൽ നിന്ന് എടുത്ത ടിക്കറ്റാണ്. ഭാഗ്യശാലി ഇവിടെ പാലക്കാട് ആവാൻ സാധ്യതയുണ്ടോ? ഒന്ന് നമ്മുടെ മേലാമുറി ഭാഗത്താണ്. ഓർമ്മ ഉണ്ടോ? ഇല്ല, അതറിയില്ല മാഡം. നമ്മൾ KSRTC കൊടുത്താണ് അവിടുന്ന് മേലാമുറി ഭാഗത്തേക്കാണ് കൊടുത്തത്. അപ്പൊ എന്തായാലും ഒരാള് പാലക്കാട് തന്നെയാണ് എന്നാണ് സൂചന. എന്തായാലും മറ്റേ ആള് തൃശ്ശൂരിലേക്കാണ് മറ്റു ടിക്കറ്റ് പോയിട്ടുള്ളത്. എന്തായാലും 2 സമ്മാനമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ശ്രീ മൂകാംബിക ലക്കി സെന്ററിൽ നിന്നും വിറ്റു പോയ 2 ടിക്കറ്റിനാണ് സെക്കൻഡ് പ്രൈസ് അടിച്ചിട്ടുള്ളത്. മറ്റ് നിരവധി സമ്മാനങ്ങളുണ്ട്. നേരത്തെയും ഇത്തരത്തിലൊക്കെ ഈ പാലക്കാടിനെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യശാലികൾ ഉണ്ടായിട്ടുള്ള ഒരു ജില്ലയാണ്. ഒരുപാട് ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ഒരു ജില്ലയാണ്. തമിഴ്നാട്ടിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തി ടിക്കറ്റുകൾ എടുക്കുന്ന ഒരു സമ്മാനം. ഇന്ന് എന്തായാലും ഈ ഒരു 1 മണി 1:30 ആയപ്പോഴേക്കും എല്ലാ കടകളിലും ടിക്കറ്റുകൾ ഏകദേശം പൂർണ്ണമായും തന്നെ വിറ്റുപോകുന്ന ഒരു സ്ഥിതിയായിരുന്നു പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ ഒരു 1:45 കൂടിയൊക്കെ എത്തുമ്പോഴേക്കും ടിക്കറ്റ് കിട്ടാനില്ല, ഫുൾ ടിക്കറ്റ് വിറ്റുപോകുന്ന ഒരു സ്ഥിതിയൊക്കെ ആയിരുന്നു. എന്തായാലും ഈ പാലക്കാട് ഇത്തരത്തിൽ നമുക്ക് ബാക്കിലൊക്കെ കുറേ അങ്ങോട്ട് നീണ്ടു കിടക്കുന്ന ലോട്ടറി കടകളാണ്. അവിടെയൊക്കെ ഇതേ സ്ഥിതിയിൽ തന്നെ ലോട്ടറികൾ പൂർണ്ണമായും വിറ്റുപോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇത്തവണയും പാലക്കാട് പതിവ് തെറ്റിച്ചിട്ടില്ല. രണ്ടാം സമ്മാനത്തിന് അർഹരായ 2 പേർക്ക് പാലക്കാട് നിന്നാണ് ആ ടിക്കറ്റ് വിറ്റിട്ടുള്ളത്. അതിന്റെ സന്തോഷമാണ് ഇപ്പോൾ മൂകാംബിക ലക്കി സെന്ററിലെ ഉടമ പങ്കുവെച്ചത്. എന്തായാലും ഒന്നാം സമ്മാനം പാലക്കാട് അല്ല എന്നുള്ളതിന്റെ ചെറിയൊരു വിഷമം പാലക്കാട്ടുകാർക്ക് ഉണ്ട്. എങ്കിൽ പോലും 2ാം സമ്മാനവും തുടർന്നുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടിയതിന്റെ വലിയൊരു സന്തോഷമാണ് അവർ പങ്കുവെച്ചത്. പ്രവിത, അതെ, സ്വാഭാവികമായും പാലക്കാടേക്കാണ് എല്ലാവരുടെയും ഒരു ശ്രദ്ധ പോവുക. പാലക്കാടിനാണ് കൂടുതൽ തവണയും ലോട്ടറി ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഭാഗ്യം തുണയ്ക്കാനുള്ളത്. എന്തായാലും ഇത്തവണ 2ാം സമ്മാനമാണ് പാലക്കാട് നിന്നുള്ള ടിക്കറ്റുകൾക്ക് ലഭിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഷംന, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഷംന തന്നെ പറഞ്ഞതുപോലെ പാലക്കാടാണ്, അതിർത്തി ജില്ലയാണ്. അപ്പോൾ സ്വാഭാവികമായും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഈ 2ാം സമ്മാനം അടിച്ച ആളുകളെ കുറിച്ചുള്ള സൂചനയുണ്ടോ? സൂചിപ്പിച്ചത് 1 ടിക്കറ്റ് എന്തായാലും പാലക്കാട് സ്വദേശിക്ക് തന്നെയാണ് ഈ KSRTC സ്റ്റാൻഡിൽ നിന്നും വിറ്റുപോയ, അതായത് ഇവിടെ നിന്നും KSRTC സ്റ്റാൻഡിലേക്കും തുടർന്ന് അവിടെ നിന്ന് വിറ്റുപോയ 1 ടിക്കറ്റ് അത് പാലക്കാട് സ്വദേശി തന്നെയാണ് എന്നാണ് ഇവരുടെ വിശ്വാസം. മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയിലേക്കാണ് ടിക്കറ്റ് പോയിട്ടുള്ളത്. എന്തായാലും ഈ 2 സൂചനകൾ മാത്രമാണ്. അത് ആര് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷെ എന്തായാലും ഒരാൾ പാലക്കാട് സ്വദേശി തന്നെയാണ് എന്നുള്ള ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയാണ് ഉടമ പങ്കുവെച്ചത്. എന്തായാലും ഇനി ബാക്കി ടിക്കറ്റുകളുടെ ഒക്കെ ഫലം അറിയാനുണ്ട്. അതിലൊക്കെ ഒരു പ്രതീക്ഷ കൂടി ഇവർക്കുണ്ട്. പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.